അങ്ങനെ നവ്യ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അഭിയുടെ ചതി നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ദേഷ്യവും സങ്കടവും സഹിക്കാനാകാതെ നവ്യ തകർന്ന അവസ്ഥയിലാവുകയും ഒരു വലിയ തീരുമാനം തന്നെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അങ്ങനെ പരസ്യത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം നവ്യയ്ക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തും ഫാഷൻ ഷോ ചെയ്തും ഒരുപാട് പണം സമ്പാദിക്കുക എന്നായിരുന്നു നവ്യയുടെ ചിന്ത. അഭിയാണെങ്കിൽ നവ്യയ്ക്ക് എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്നുമുണ്ടല്ലോ. അങ്ങനെ നവ്യ തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ചന്തുമോൾ അങ്ങോട്ട് ഓടി വരുന്നത്. ഞാനൊരു പ്ലേറ്റിൽ ചോറുമായി ചന്തുമോളുടെ പിറകെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെ പിറകെ ഉണ്ടായിരുന്നെങ്കിലും ചന്തുമോൾ അതൊന്നും കേൾക്കാതെ ഓടി നടക്കുകയാണ്. അങ്ങനെ ചന്തുമോൾ ഓടുന്നതിനിടയിൽ അറിയാതെ നവ്യയുടെ നെയിൽ പോളിഷ് താഴെ വീണു. വില കൂടിയ നെയിൽ പോളിഷ് തറയിൽ പൊട്ടിച്ചിതറി. നവ്യയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനായില്ല. നീ എന്താ ചന്തുമോളെ കാണിച്ചത്? നിനക്ക് കണ്ണു കണ്ടൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്തുമോളോട് ദേഷ്യപ്പെടുകയാണ്. നവ്യയുടെ ശബ്ദം കേട്ട് ചന്തുമോളാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച ചന്തുമോൾ ഒരടി പോലും മുന്നോട്ട് പോകാതെ അവിടെ തന്നെ നിന്നു. നീ എന്താ മിണ്ടാത്തത്? നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? നീ എന്താ ഈ കാണിച്ചു വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യം കൊണ്ട് അലറുകയാണ്. അങ്ങനെ ആകെ പേടിച്ച് ചന്തുമോൾ കരയുകയാണ്. ചന്തുമോൾ കരയുന്നത് കണ്ട് നവ്യയ്ക്കാണെങ്കിൽ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. ആ ബഹളം കേട്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ജലജ പറയുന്നുണ്ട്, നവ്യ നീ എന്തിനാണ് ഇവളെ വഴക്ക് പറയുന്നത്? ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അവൾ അത് ദേവയാനി ചേച്ചിയുടെ അടുത്തും അതുവഴി മുത്തശ്ശൻ്റെ അടുത്തും എത്തിക്കും. പിന്നെ പറയണ്ടല്ലോ, പിന്നെ നമ്മളായിരിക്കും കുറ്റക്കാർ എന്ന് പറയുന്നുണ്ട് ജലജ. ജലജയുടെ സംസാരം കേട്ട് നവ്യയ്ക്ക് ദേഷ്യം കൂടുകയാണ്. ഇവൾ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി പറയട്ടെ അമ്മേ, ഈ നെയിൽ പോളിഷ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയതാണ്, അല്ലാതെ ഇവിടെയുള്ളവർ തന്നതല്ല എന്ന് പറയുകയാണ് നവ്യ. നവ്യയ്ക്ക് ദേഷ്യം സഹിക്കാനാകാതെ ചന്തുമോളെ അടിക്കാനൊരുങ്ങുന്നുണ്ട്. നവ്യ ചന്തുമോളെ അടിക്കാനൊരുങ്ങുന്ന സമയത്ത് ചേച്ചി എന്ന ഉറക്കൊരു വിളി മുഴങ്ങി. ഞാൻ ചന്തുമോളുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ഓടി വന്നപ്പോഴാണ് നവ്യ ചന്തുമോളെ അടിക്കാനൊരുങ്ങുന്നത് കാണുന്നത്. അങ്ങനെ ചന്തുമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചിക്ക് എങ്ങനെ തോന്നി ഈ ചെറിയ കുട്ടിയെ അടിക്കാൻ? മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റല്ലല്ലോ, അറിയാതെ പറ്റിയതല്ലേ, അതിന് ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് നയന. നീ എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്? ഇത് നിന്റെ വയറ്റിലുണ്ടായതല്ലോ. ഇവൾ നിലത്ത് വീഴ്ത്തിയത് എത്രമാത്രം വിലയുള്ളതാണെന്ന് നിനക്കറിയുമോ? നവ്യയുടെ സംസാരം കേട്ട് ചുട്ട മറുപടി നൽകുന്നുണ്ട് നയന. എനിക്ക് ജനിച്ചതല്ലെങ്കിലും എൻ്റെ മോളെപ്പോലെ തന്നെയാണ് ചേച്ചി. പെറ്റമ്മയേക്കാൾ സ്നേഹിച്ചാണ് ഞാൻ മോളെ വളർത്തുന്നത്. എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നയനയുടെ വാക്കുകൾ കേട്ട് നവ്യയ്ക്കാണെങ്കിൽ ദേഷ്യം അടക്കാനായില്ല. നിന്റെ ഭർത്താവ് നിന്നെ ചതിച്ചതാണ്, എന്നിട്ട് ഈ കുഞ്ഞിനെ താങ്ങി നടക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് നവ്യ. അത് കേട്ടിട്ട് നയനയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാലും അത് സത്യമുള്ള കാര്യമല്ല. ആരെയാണ് ചതിച്ചതെന്ന് വൈകാതെ തെളിയും. നിന്റെ ഭർത്താവിനോട് എൻ്റെ അബിയെ കണ്ടു പഠിക്കാൻ പറ. എൻ്റെ അബിയുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത നിന്റെ ഭർത്താവിനുണ്ടോ എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നവ്യ. ആ സമയം ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. നയനെ നീ കൂടുതൽ ഇനി സംസാരിക്കേണ്ട, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് നയനയെ കൂട്ടി പോകുന്നുണ്ട്. അങ്ങനെ നവ്യയ്ക്ക് അബിയെക്കുറിച്ച് സംശയം തോന്നുകയാണ്. അങ്ങനെ നയനയുടെ വാക്കുകൾ നവ്യയുടെ മനസ്സിൽ നിറയുകയാണ്. അബിയാണോ തെറ്റ് ചെയ്തതെന്ന ചിന്ത നവ്യയുടെ മനസ്സിൽ വരാൻ തുടങ്ങി. തന്നെ അബി ചതിക്കുകയാണോ എന്ന ചിന്ത ഓരോ ദിവസവും നവ്യയെ വല്ലാതെ വിഷമത്തിലേക്ക് താഴ്ത്തി. ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് മുത്തശ്ശൻ. ആ മുത്തശ്ശൻ വരെ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിലെന്തോ കാര്യമായ സത്യമുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയം അബി ആരോടോ സംസാരിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ നവ്യയെ കണ്ടതും അബി വേഗം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അബി നീ ആരെയാണ് ഫോൺ വിളിച്ചത്? എന്തിനാണ് ഇത്ര പതുക്കെ പേടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് നവ്യ ചോദിക്കുകയാണ്. എന്നാൽ അബി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, ആകെ പേടിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്. അബി തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ കള്ളത്തരമുണ്ടല്ലോ എന്ന ചിന്ത നവ്യയുടെ മനസ്സിൽ വരാൻ തുടങ്ങി. ആ സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. അബി നിന്നെ ആദർശേട്ടൻ വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നയന. ആദർശം അബിയും സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് നവ്യ. അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയോടെ പതുക്കെ നവ്യ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അബിയോട് പറയുന്നുണ്ട്, അബി സത്യങ്ങളെല്ലാം നവ്യയോട് പറയാൻ സമയമായി. ആ സമയമാണ് ജലജ അങ്ങോട്ട് വരുന്നത്. നീ എന്താണ് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നത്? എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അബി കുളിക്കാൻ പോയ സമയം നോക്കി നവ്യ അബിയുടെ ഫോൺ സെർച്ച് ചെയ്യുകയാണ്. എന്നാൽ അബിയുടെ ഫോണിൽ നവ്യയ്ക്ക് ഒരു തെളിവുകളും കാണാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും ഇവന്റെ കള്ളത്തരം കണ്ടുപിടിക്കണം, ഇവൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു. അങ്ങനെ അബിക്ക് വീണ്ടും ഫോൺ വരികയാണ്. അങ്ങനെ നവ്യ ഫോൺ എടുക്കുന്നുണ്ട്. ആ അനഘയെ ഇല്ലാതാക്കാൻ ഞാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്.
സാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, പണമെല്ലാം ഞങ്ങൾക്ക് കറക്റ്റായി തന്നാൽ മതി, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. സാറെന്താ ഒന്നും മിണ്ടാത്തത് എന്ന് കേൾക്കുന്ന സമയത്ത് നവ്യാണെങ്കിൽ ആകെ നെട്ടി നിൽക്കുകയാണ്. അതോടുകൂടി അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വിഷമവും സങ്കടവും സഹിക്കാനാകാതെ ആകെ പൊട്ടിക്കരയുകയാണ് നവ്യ. അങ്ങനെ അബി റൂമിലോട്ട് വരുന്നുണ്ട്. നീ ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ കണ്ടുപിടിച്ചടാ എന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ കഴുത്തിന് പിടിക്കുകയാണ് നവ്യ. അങ്ങനെ അവിടെ ഒരു കുപ്പിയെടുത്ത് നവ്യ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അബിയുടെ തലയിൽ ആഞ്ഞടിക്കുകയാണ്. ആ സമയം അബിയാണെങ്കിൽ ആകെ രക്തത്തിൽ കുളിച്ച് ഉറക്കെ കരയുകയാണ്. അബിയുടെ നിലവിളി കേട്ട് ജലജ ഓടി വരുന്നുണ്ട്. എന്താ മോനെ, എന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരയുകയാണ് ജലജ. അങ്ങനെ നിലവിളി കേട്ട് അനന്തപുരിയിൽ എല്ലാവരും ഓടി വരികയാണ്. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അബിയെ കണ്ട് എല്ലാവരും നെട്ടലോട് കൂടി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ റൂമിൽ കണ്ട കാഴ്ച കണ്ട് എല്ലാവരും നെട്ടിധരിച്ച് നിൽക്കുകയാണ്. ആ സമയം മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യ, നീ എന്ത് പണിയാണ് ചെയ്തത്? ഇവിടെ നിയമമുണ്ട്, അവനുള്ള ശിക്ഷ നിയമം കൊടുക്കും. നീ എന്തിനാണ് മോളെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. ഇവന്റെ കൂടെയുള്ള ജീവിതം ഇനി ഒരിക്കലും എനിക്ക് നടക്കില്ല മുത്തശ്ശ. ഇതിനോടകം തന്നെ ഇവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തിയെ പോലെ അലറുകയാണ് നവ്യ. ആ സമയത്താണ് നവീൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നവീനും ആദർശം കൂടി വേഗം അബിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അബിക്ക് ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ സമയം ജലജയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാനും എൻ്റെ മോനും ഒരുപാട് തെറ്റുകൾ ചെയ്തു, അതിൻ്റെ ശിക്ഷയാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ആ സമയം നവ്യാണെങ്കിൽ തന്നെ ചതിച്ച ആൾക്ക് വലിയൊരു ശിക്ഷ നൽകിയതിൻ്റെ സന്തോഷത്തിലാണ്. എന്നാൽ നവ്യ സ്വന്തം അനിയത്തിയായ നന്ദുത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.